ഒരു പ്രശ്നത്തിന് പരിഹാരം തേടി എത്തിയതാണ് ആ അമ്മയും മകളും. വിധിദോഷങ്ങളെല്ലാം അകറ്റി സമാധാനത്തോടെ ജീവിക്കാമെന്ന് അവർ സ്വപ്നം കണ്ടു. പക്ഷേ ആ യാത്ര അവസാനിച്ചത് ഒരു കൊടും ക്രൂരതയിലും കേരളക്കരയെ ഞെട്ടിച്ച ഒരു വാർത്തയിലും. പുത്തൂർ വെണ്ടാർ അരീക്കൽ സ്വദേശി VS മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബു എന്ന ജ്യോത്സ്യൻ വിശ്വാസത്തിന്റെ മറവിൽ 16-കാരിയെ പീഡിപ്പിച്ചു എന്ന പരാതി ഇപ്പോൾ സൈബർ ലോകത്തും പുറത്തും ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. അദൃശ്യ ശക്തികളുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയ വലയം. നമ്മുടെയെല്ലാം മനസ്സിൽ ഒരു ചോദ്യചിഹ്നം ഉയർത്തുന്ന സംഭവമാണ് കൊല്ലം പുത്തൂരിൽ അരങ്ങേറിയത്. പെൺകുട്ടിക്കും അമ്മയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ബാധ കയറിയത് കൊണ്ടാണെന്ന് മുരാരി തന്ത്രി എന്ന രാജൻ ബാബു ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അത് മന്ത്രവാദത്തിലൂടെ ഒഴിപ്പിച്ചു നൽകാമെന്ന് ഉറപ്പും നൽകി. അങ്ങനെ ആശ്വാസം തേടി ഞായറാഴ്ച രാവിലെ 11 മണിയോടെ ആ അമ്മയും മകളും രാജൻ ബാബുവിന്റെ വീട്ടിലെത്തി. നേരം ഉച്ചയായി. പിന്നെ ഉച്ചതിരിഞ്ഞു. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ജോൾസിനെ കാണാൻ അവസരം ലഭിക്കുന്നത്. പതിവ് പോലെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് പ്രത്യേക പൂജകൾക്ക് എന്ന പേരിൽ പെൺകുട്ടിയെ മാത്രം ഇയാൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മകൾ അകത്തുപോയി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും തിരിച്ചു വന്നില്ല. സാധാരണ മന്ത്രവാദ പൂജകൾക്ക് ഇത്രയും സമയം എടുക്കാറില്ലല്ലോ. അമ്മയുടെ ഉള്ളിൽ തീവ്രമായ ഒരസ്വസ്ഥത പടർന്നു പിടിച്ചു. എന്തോ പന്തികേട് തോന്നിയ അമ്മ ധൈര്യം സംഭരിച്ച് അകത്തേക്ക് ചെന്നു. അപ്പോൾ കണ്ടത് ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ മകൾ തനിക്കുണ്ടായ ദുരനുഭവം വിവരിക്കുകയും ചെയ്തു. വിശ്വാസത്തിന്റെ പേരിൽ ഒരു 16-കാരിക്ക് നേരിടേണ്ടി വന്നത് കൊടും ക്രൂരതയാണെന്ന് മനസ്സിലാക്കിയ അമ്മ തകർന്നു. നിമിഷങ്ങൾക്കകം ഈ ഞെട്ടിക്കുന്ന വാർത്ത കാട്ടുതീ പോലെ പുത്തൂർ ഗ്രാമത്തിൽ പടർന്നു. രോഷാകുലരായ ജനം മിന്നൽ വേഗത്തിൽ ആ വീടിന് മുന്നിൽ തടിച്ചുകൂടി. സംഭവം പുറത്തായതോടെ നാട്ടുകാർ കൂട്ടത്തോടെ തടിച്ചുകൂടി പ്രതിഷേധം ശക്തമാക്കിയപ്പോൾ മുരാരി തന്ത്രി എന്ന രാജൻ ബാബു ആളുകളുടെ കണ്ണിൽപ്പെടാതെ സ്ഥലത്തു നിന്ന് മുങ്ങുകയും ചെയ്തു. പുത്തൂർ SHO സി ബാബു കുറുപ്പ് മാധ്യമങ്ങളോട് പറഞ്ഞതനുസരിച്ച് രാജൻ ബാബുവിനെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ഇയാൾ നിലവിൽ ഒളിവിലാണെന്നും ഉടൻ തന്നെ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. അതേസമയം ഇയാൾ ഇത്തരത്തിൽ വിശ്വാസത്തിന്റെ പുറത്ത് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം നടന്നത്. കൊല്ലം പുത്തൂരിലാണ് പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇയാൾ മറ്റു കേസുകളിൽ പ്രതിയാണോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ബാധ കയറിയതുകൊണ്ട് പ്രത്യേക പൂജകളൊക്കെ നടത്തണം എന്നാണ് ഇവർ രണ്ടുപേരോടും ഇയാൾ പറഞ്ഞിരുന്നത്. അത് വിശ്വസിച്ചുകൊണ്ടായിരുന്നു ഇവർ കഴിഞ്ഞ ദിവസം ഇയാളുടെ വീട്ടിലെത്തിയതും പൂജ നടത്തിയതും.